നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടത്തി ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വന്നില്ലെങ്കിൽ നിനക്കത് മനസ്സിലാവില്ലേ? ആഹാരം കഴിച്ചില്ലെങ്കിൽ നിനക്ക് നിർബന്ധിച്ചു കൊടുത്തൂടെ? സാധാരണ ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോ കുറച്ചു നേരം എന്തെങ്കിലും പറഞ്ഞ് അവര് പിണങ്ങിയിരിക്കും. അത് കഴിഞ്ഞങ്ങ് മാറും. അങ്ങനെ ഞാൻ കരുതിയുള്ളൂ. ഇതിപ്പോ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതിയോ? ഈ വീട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബിസിനസിന്റെ കാര്യങ്ങളും ഒക്കെ ഏട്ടത്തി ശ്രദ്ധിക്കുന്നുണ്ട്. ആർക്കും ഒന്നിനും ഒരു കുറവും വരുത്താതെ. എന്നിട്ടും ഏട്ടത്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ വീഴ്ച പറ്റി. ഈ വീട്ടിലെ കാര്യങ്ങളല്ലാതെ മറ്റെന്ത് ജോലിയാണ് നിനക്കുള്ളത്? എനിക്കിവിടെ എന്റെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ സമയം കിട്ടുന്നത്. അടിച്ചു നിന്നെ ശരിയാക്കുക വേണ്ടത്. നമ്മൾ ഈ വീട്ടിൽ താമസിക്കുമ്പോ ഏട്ടത്തിയോടും ഈ വീടിനോടും നമുക്കൊരു കടമയുണ്ട്. അത് നീ മറക്കരുത്. ഇതിൽ കൂടുതൽ കടമകളൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഏട്ടന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അവരോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷേ എന്നെ അതിലേക്ക് പിടിച്ചിടരുത്. അവരുണ്ണുകയോ ഉണ്ണാതിരിക്കോ, വെള്ളം കുടിക്കുകയോ കുടിക്കാതിരിക്കോ, എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. അതിന്റെ പേരിലെ എന്നെ ചീത്ത പറയാൻ വന്നാലേ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. എന്താ ചേച്ചി ഇത്? ഈ വീട്ടിൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാതായോ? പരസ്പരമുള്ള സ്നേഹം പോലും നഷ്ടപ്പെട്ടോ? ചേച്ചിക്ക് പോലും ഏട്ടത്തിയുടെ കാര്യം നോക്കാൻ കഴിഞ്ഞില്ലല്ലോ. നീ കാര്യം അറിയാതെയാ സംസാരിക്കുന്നേ. ഏട്ടത്തി ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. ആ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഞാൻ പലതവണ ശ്രമിച്ചതുവാ. പക്ഷെ എന്ത് ചെയ്യാനാ, ഏട്ടത്തി കേട്ടില്ല. അക്കാര്യം നിങ്ങൾക്കാർക്കെങ്കിലും എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഏട്ടത്തിയോട് ഞാൻ സംസാരിക്കുമായിരുന്നല്ലോ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും ഈ വീട്ടിൽ സംഭവിക്കരുത്. നിങ്ങൾ രണ്ടുപേരും അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പലതും ഇല്ലാതാകുന്നത് പലർക്കും സന്തോഷമാണ്. വെളിച്ചമുള്ളപ്പോ നമ്മൾ ആരും അതിന്റെ വില അറിയില്ല. പക്ഷേ ഇരുട്ടുവന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അത് ഓർമ്മ വേണം. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയോട് പിണങ്ങില്ല. മോനെ, ഈ പിണക്കമെന്ന് പറയുന്നത് ഇണക്കം അളക്കാനുള്ള ഒരു അളവുകോല. ഈ പിണക്കമൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകും. എന്നാലും അമ്മ ആഹാരം പോലും കഴിക്കാതെ 2 ദിവസം, അതും ഗുളിക കഴിക്കേണ്ട ആള്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ? മോനെ, അതിനൊരു ഉത്തരമേ ഉള്ളൂ: പിണക്കം. എന്നോട് പിണങ്ങി മോനല്ലേ ആദ്യം ഭക്ഷണം കഴിക്കാതിരുന്നത്. സ്വന്തം മോൻ പട്ടിണി കിടക്കുമ്പോ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ആഹാരം ഇറങ്ങുമോ? ഈ പിണക്കവും വാശിയും ഒക്കെ മരണം വന്ന് വിളിക്കും വരെയല്ലേ ഉള്ളൂ. പിന്നീടൊന്നിണങ്ങാൻ എത്ര കൊതിച്ചാലും നടക്കില്ല. എന്താ അമ്മ ഇങ്ങനെയൊക്കെ? എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് നിന്റെ ഒരു ചെറിയ പിണക്കം പോലും ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാ. ചിലപ്പോ പ്രായം കൂടി വരുന്നത് കൊണ്ടാവാം. അതോ മരുന്നുകൊണ്ട് ചലിക്കുന്ന ഹൃദയം നിലയ്ക്കാൻ പോകുന്നതിന്റെ സൂചനയോ? മോനെ, 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 മോൻ കരയാ? കരയല്ലേ? അമ്മ വെറുതെ പറഞ്ഞതല്ലേ. എന്താ മോനെ ഇത്? ആൺപിള്ളേരിങ്ങനെ കരയാൻ പാടുണ്ടോ?
കരയല്ലേ? അയ്യേ, എല്ലാരെയും വെല്ലുവിളിച്ചിട്ട് പോയ എന്റെ മോനാണോ ഇത്? അമ്മ പട്ടിണിയായിരുന്നു. അമ്മ 2 ദിവസം പട്ടിണി കിടന്നതാണോ വലിയ കാര്യം? അമ്മ എത്രയോ ദിവസം ഉപവാസം എടുത്തിട്ടുണ്ട്. എന്റെ മോൻ ഈ അമ്മയ്ക്ക് വേണ്ടി ഒരിക്കൽ ജലപാനം പോലും ഇല്ലാതെ വ്രതമെടുത്തിട്ടില്ലേ? അത്രേ ഉള്ളൂ. അമ്മയുടെ മനസ്സിൽ കുറച്ചു നേരത്തേക്കെങ്കിലും ഞാൻ ശത്രുവായില്ലേ? മോനെ, ഈ ലോകത്ത് മതില് കെട്ടിത്തിരിക്കാനാകാത്ത ബന്ധം ഒന്നു മാത്രമേ ഉള്ളൂ. അത് അമ്മ മക്കൾ ബന്ധവാ. അമ്മയുടെ മനസ്സിൽ നിന്ന് മകൻ മായണമെങ്കിൽ ചിത കത്തി അവസാന ഭസ്മത്തിന്റെയും കനല് കിടണം. ഇല്ലമ്മേ, ഈ അമ്മയുടെയും മകന്റെയും ബന്ധം അവസാനിപ്പിക്കാൻ ചിതയ്ക്ക് മാത്രമല്ല, ജന്മങ്ങൾക്ക് പോലും കഴിയില്ല. ഇനിയും ഇങ്ങനെ ഓരോരോ ജന്മങ്ങളായി പിറവിയെടുത്തുകൊണ്ടേയിരിക്കും. ആ അമ്മേ, ദേ ഈ മരുന്ന് കഴിക്കേ. അല്ലെങ്കിലേ ഇത്രയും വലിയ സെന്റിമെന്റ്സ് ഒന്നും ഈ ഹൃദയം സഹിക്കില്ല. ദാ. രൂപേഷേട്ടാ വാ, ബാക്കിയൊക്കെ നാളെ. ഗുളിക മാത്രം പോരാ, ഉറക്കവും കൂടി വേണം അമ്മയ്ക്ക്. സമയം ഒരുപാടായി. വാ. ദർശന, ഞാനും നിന്റെ അമ്മയുടെ കൂടെ കിടക്കുന്നത്. ആഹാ, അങ്ങനെയാണെങ്കിലേ ഞാൻ എന്റെ അമ്മായിയമ്മയുടെ കൂടെ കിടക്കാൻ പോവാ. വാ അമ്മ. ബാഗ് എവിടെ? ആ ദേ, ഇത് മുഴുവനും കഴിക്കണം, എന്നാലേ നല്ല ബുദ്ധി വരൂ. നല്ല ബുദ്ധി ഉണ്ടെങ്കിലേ നല്ല മാർക്ക് വാങ്ങാൻ പറ്റൂ. ആ ആ ദർശന മുറിയിലുണ്ട്. ദർശനയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, പരീക്ഷ ഇങ്ങ് അടുത്തില്ലേ, അതുകൊണ്ടാ. എന്തുപറ്റി? മുടി കെട്ടിട്ട് ശരിയാവുന്നില്ലേ? അത്രയല്ലേ ഉള്ളൂ, ഇങ്ങതാ ഞാൻ കെട്ടിത്തരാം. അതുകൊള്ള മുടി കെട്ടാൻ അറിയില്ലെന്നോ? എന്റെ ചോട്ടു, നിന്റെ ചേച്ചിക്ക് മുടി കെട്ടാൻ പഠിപ്പിച്ചു കൊടുത്ത ആരാ? പറ, ആരാ? ഈ ഞാൻ. സത്യം, നിങ്ങടുത്തെ ഞാൻ കെട്ടിത്തരാം. ഇത് മാറ്റിക്ക. താന്ന് ഇങ്ങത്തെ അതൊന്നും കുഴപ്പമില്ല, ഇങ്ങത്താ തിരിഞ്ഞിരിക്കും.